ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഓക്കെ, നമുക്ക് ഉണ്ടാക്കി നോക്കാം ബൺ മസ്കയും ഇറാനി ചായ. ഫസ്റ്റ് എന്റെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ആട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കണേ. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് വാനില എസൻസും കൂടി ഇട്ടിട്ട് വിസ്ക് വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൂട്ടി വിസ്ക് ചെയ്തെടുക്കാട്ടോ. എന്നിട്ട് ഇതേപോലെ ബൻ എടുത്തിട്ട് ബന്നിന്റെ രണ്ട് സൈഡും ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാട്ടോ. പിന്നത്തെ പരിപാടി വളരെ സിമ്പിൾ ആണ്. ബന്നിന്റെ നടുക്ക് ഇതേപോലെ മുറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടറിന്റെ മിക്സ് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാട്ടോ. ഇനി ചായ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് തേയിലപ്പൊടിയും ഏലക്ക ഇട്ടിട്ട് അത് അര ഗ്ലാസ് ആയി വറ്റിച്ചെടുക്കാട്ടോ. വേറൊരു പാത്രത്തിൽ കുറച്ച് പാലും വെച്ച് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കാട്ടോ. അപ്പൊ നമ്മുടെ ഇറാനി ചായയും ബൺ മസ്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് റെസിപ്പി ഇങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് ആട്ടാ ചെയ്തേക്കുന്നത്. പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വെറുതെ അല്ല കണ്ട ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കി തിന്നണത്. വെറുതെ പറയല്ലടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ എല്ലാവരും ഒരു വട്ടെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.